28 ഇന്ത്യക്കാരെ അമേരിക്കയിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തു. എല്ലാവരും ട്രക്ക് ഡ്രൈവേഴ്സ്. അപ്പോൾ ഒരു ട്രക്ക്, ഈ ഡ്രൈവർ കണ്ടോ, അയാൾ ഒരു യൂ ടേൺ എടുക്കാനായിട്ട് ഇടത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എന്നിട്ട് തഞ്ചം കിട്ടിയോടത്തു നിന്ന് ഒരു റോങ് ടേൺ എടുത്തു. എതിർ ദിശയിൽ വന്ന ഒരു കാറ് അതിനിട്ടിടിച്ച് 3 പേര് മരിച്ചു. ഹർജിന്ദർ സിംഗ് എന്നാണ് അയാളുടെ പേര്. അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി മാസീവ് ഡ്രൈവ് നടത്തി 150 പേരെ പിടിച്ചു. അതിൽ എല്ലാ ഇല്ലീഗൽ മൈഗ്രൻസ്, അതിൽ 28 പേര് പഞ്ചാബിൽ നിന്നുള്ള ഇന്ത്യക്കാർ. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഇല്ലീഗലായിട്ട് കയറിയിട്ട് എങ്ങനെ ലൈസൻസ് കിട്ടിയെന്നുള്ളതാണ്. അത് കാലിഫോർണിയയാണ് ഇഷ്യൂ ചെയ്തത്. അവിടുന്ന് 5000 കിലോമീറ്റർ അകലെയുള്ള ഫ്ലോറിഡയിലാണ് അപകടം നടന്നത്. ഇതാണ് ഹർജിന്ദർ സിംഗിനെ കൊണ്ട് ഒപ്പിടിച്ച് പേപ്പേഴ്സുകളൊക്കെ മേടിക്കുന്നത്. ട്രക്കിൻ്റെ ഓണറാണ് ഇദ്ദേഹം. അയാൾക്ക് $50,000 പിഴ. ഇപ്പോൾ ഈ സിഖ് കമ്മ്യൂണിറ്റി കാലിഫോർണിയയിൽ ധാരാളം, ഒരു 10 ലക്ഷത്തോളം അവരുണ്ട്. ഇവർ യൂബ സിറ്റി എന്നും പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഇവരുടെ കോൺസെൻട്രേഷൻ. അതൊരു ബേസിക് പഞ്ചാബ് എന്ന് പറയാം നമുക്ക്. ജലന്ധറെന്നോ അമൃത്സറെന്നോ ഒക്കെ പറയുന്ന പോലെ അവരുടെ ഒരു കോളനിയാണ് ഈ യൂബ സിറ്റി. അത് സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്താണ്. ഒരു 150-200 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ കോൺസെൻട്രേറ്റ് ഇവരുടെയൊക്കെ, ഇവർ 100 കൊല്ലത്തിൽ കൂടുതലാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പിൻതലമുറക്കാരൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിലുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തരികിട ഫ്രോഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇത് കണ്ടോ, ഒരു ഹെലികോപ്റ്റർ ഇന്നലെ സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്ത് തകർന്നു വീണു. കണ്ടോ, റോഡിലോട്ട് വീണു. അത് അക്രോസ് ആയിട്ട് വീണെങ്കിൽ ഒരു കാർ പോലും ആ റൂട്ടിൽ ഓടുന്നതിനിട്ട് ഇടിച്ചില്ല. ഓടിക്കൂടിയ നാട്ടുകാർ അത് പൊക്കി എടുത്തിട്ടാണ് അതിൻ്റെ അടി കുടുങ്ങിപ്പോയ ഒരു നഴ്സിനെ രക്ഷപ്പെടുത്തിയത്. ഇതൊരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു.